Welcome to Mastermind Education online classes. Today we will discuss about the sociology of second block chapter 1. The last point will be explained today. What is meant by differences between association and society. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അസോസിയേഷൻ്റെ വ്യത്യാസങ്ങളെയും അതുപോലെ തന്നെ സമൂഹം തമ്മിലുള്ള ഡിഫറൻസസിനെയും കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത്. ആദ്യത്തെ ടോപ്പിക്കിലേക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് സൊസൈറ്റി എന്ന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. അതിൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടി കൃത്യമായി രൂപപ്പെട്ടതാണ്. അഥവാ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിച്ചതുപോലെ അസോസിയേഷൻ എന്ന് പറയുന്നത് പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടി കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, രൂപപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്നാൽ സമൂഹം എന്ന് പറയുന്നത് അത് സ്ഥിരപ്പെട്ടതാണ്. അത് പ്രത്യേക സമയത്തിനോ അല്ലെങ്കിൽ കാലങ്ങളിലേക്കോ ഉള്ളതല്ല, മറിച്ച് അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതാണ്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തുടക്കം മുതൽ സമൂഹമുണ്ട്. എന്നാൽ അസോസിയേഷൻ എന്താണ്, ആവശ്യം വരുമ്പോൾ മാത്രം രൂപീകരിക്കുന്നു. മനുഷ്യ സമൂഹം, പ്രിമിറ്റീവ് പീപ്പിൾ, അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് ജീവിച്ച ജനങ്ങൾ അഥവാ മനുഷ്യൻ ഉണ്ടായത് മുതൽ എന്തുണ്ട്, സമൂഹം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആവശ്യം, മനുഷ്യൻ്റെ പൊതുവായ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും ലഭിക്കുമ്പോൾ മാത്രമാണ് അത് രൂപീകരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സമൂഹത്തിലെ അംഗത്വം ഒഴിവാക്കാനാവാത്തതാണ്. എന്നാൽ അസോസിയേഷനിൽ വേണമെങ്കിൽ അംഗത്വം എടുത്താൽ മതി. സമൂഹത്തിൽ എന്താണ്, ഒരിക്കലും നമ്മുടെ അംഗത്വം ഒഴിവാക്കാൻ സാധ്യമല്ല. എന്നാൽ സമൂഹത്തിൽ എന്തുണ്ട്, അംഗത്വം ഒഴിവാക്കാൻ ആവാത്തതാണ്. അപ്പോൾ വേണമെങ്കിൽ അസോസിയേഷനിൽ അംഗമായാൽ മതി, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വേണമെങ്കിൽ എടുത്താൽ മതി. എന്നാൽ സമൂഹത്തിലെ അംഗത്വം എന്ന് പറയുന്നത് നമുക്ക് ജന്മനാൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിൻ്റെ എന്താണ് ലക്ഷ്യമെന്ന് പറയുന്നത് അത് വ്യാപ്തിയേറിയതാണ്. എന്നാൽ അസോസിയേഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതോ അത് താൽക്കാലികം മാത്രമാണ്. അഥവാ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അതില്ലാതാവുകയോ ഒഴിഞ്ഞു പോവുകയോ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്നാൽ സമൂഹം എന്ന് പറയുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജീവിക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ ജീവിതകാലത്തോളം മുഴുവൻ എന്ത് ചെയ്യുന്നു, അത് വളരെയധികം വ്യാപ്തിയേറിയതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു ഭാഗം, ഡിഫറൻസസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള അവസാനത്തെ ഒരു ടോപ്പിക്കായിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് രൂപം കൊടുത്തതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ ചില വ്യക്തികൾ മാത്രമല്ല, എല്ലാ തരം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നായിട്ടാണ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഓർഗനൈസേഷനെ കുറിച്ചുള്ള വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനെ കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള നിർവചനങ്ങൾ പറയുന്നത് നോക്കാം. പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹെർബർട്ട് സ്പെൻസറുടെ ഡെഫിനിഷനാണ് ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത്. അഥവാ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്. അവിടെ എല്ലാ വ്യത്യസ്തമായ മേഖലകളിലുള്ള മനുഷ്യർ പരസ്പരം സാമൂഹികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിരിക്കണം.
അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ പരസ്പര ബന്ധത്തെയാണ് എന്ത് പറയുന്നത് നമ്മൾ ഹെർബർട്ട് സ്പെൻസർ പ്രധാനമായിട്ടും ഓർഗനൈസേഷനെ നിർവചിക്കുന്നത്. ഇനി നിംകോഫ് ആൻഡ് ഒക്ബേൺ ഈ രണ്ട് സമൂഹശാസ്ത്രജ്ഞന്മാർ നിർവചിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ഒരു സജീവമായ ഗ്രൂപ്പിനെയാണ് ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുന്നത് എന്നാണ് നിംകോഫിൻ്റെയും അതുപോലെ തന്നെ ഒക്ബേണിൻ്റെയും അഭിപ്രായത്തിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ ഒരു പ്രത്യേക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങൾ കൂട്ടമായി പ്രവർത്തിക്കുകയും ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് നിലനിൽക്കുകയും ചെയ്യുന്നത് എന്നാണ് ഒക്ബേണിൻ്റെയും അതുപോലെ തന്നെ നിംകോഫിൻ്റെയും അഭിപ്രായത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഈ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നു എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത്. ഒന്ന് ഹെർബർട്ട് സ്പെൻസറുടെ ഡെഫിനിഷൻ, മറ്റൊന്ന് നിംകോഫിൻ്റെയും ഒക്ബേണിൻ്റെയും ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ട് തരത്തിൽ ഓർഗനൈസേഷനെ നമുക്ക് വിലയിരുത്താൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഫോർമൽ എന്ന് പറഞ്ഞാൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അതിന് ചില റൂൾസുകൾ ഉണ്ടായിരിക്കും, ചില നിയമങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ടാണ് വ്യക്തമായി നിർവചനം അതിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കർശന നിയമമായിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകുക. അഥവാ ഔപചാരിക ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിന് ചില നിയമങ്ങൾ എഴുതപ്പെട്ടതായിരിക്കും. ആ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? കർശനമായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കും. അഥവാ ഒരു പ്രത്യേക ഫോർമലിൽ പോകുന്ന അല്ലെങ്കിൽ ഔപചാരികമായി നിലനിൽക്കുന്ന ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ എന്തുണ്ടായിരിക്കും? നിയന്ത്രണങ്ങൾ. അതിലെ അംഗങ്ങൾക്ക് ചില പാറ്റേണുകൾ നിയന്ത്രണമായിട്ട് ഉണ്ടായിരിക്കും. മറ്റൊന്ന് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചിട്ടയായ ക്രമമായിരിക്കും. വളരെ ചിട്ടയോടുകൂടി എന്ത് ചെയ്യുന്നു? അത് പ്രവർത്തനരഹിതമായിരിക്കും അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ച് കൊണ്ടേയിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫോർമൽ എന്ന് പറയുന്നിടത്ത് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഫോർമൽ എന്ന് പറയുന്നത് എന്താണ്? വ്യക്തമായിട്ടുള്ള നിർവചനങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? നിയമങ്ങൾ കർശനമായിരിക്കും. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിലെ അംഗങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കും. മറ്റൊന്ന് ചിട്ടയായ ക്രമം ഉണ്ടായിരിക്കും. അഥവാ ഓരോ ഓർഗനൈസേഷനിൽ നേരത്തെ ഹെർബർട്ട് സ്പെൻസർ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അതിന് വളരെയധികം ചിട്ടയായ ക്രമങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഇൻഫോർമൽ എന്ന് പറയുന്നിടത്ത് നോക്കാൻ പറ്റുന്നത്, ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ സംഘടനകൾ, അതുപോലെ തന്നെ കുടുംബങ്ങൾ, ഇതിനൊന്നും എന്തില്ല? നിയമങ്ങൾ കർക്കശമായിട്ട് നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ നിയമങ്ങൾ, മൂല്യങ്ങൾ എന്നിവയൊക്കെയാണ് ഇൻഫോർമൽ എന്ന് പറയുന്നിടത്ത് ഓർത്തു വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിനെന്തുണ്ടായിരിക്കും? പരിമിത ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിയമങ്ങൾ ഇവിടെ കർക്കശമായിരിക്കില്ല, അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്താണ്? ചിട്ടയായ ഒരു ക്രമം നേരത്തെ ഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ടായതുപോലെയുള്ള ഒരു നിയന്ത്രണവും ഇവിടെ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്നിടത്ത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നിടത്ത് ഓർത്തു വെക്കേണ്ടത് ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അഥവാ ഇൻഫോർമൽ എന്ന് പറയുന്നിടത്ത് എന്തുണ്ടായിരിക്കില്ല? അത് നിയമങ്ങളുടെ അല്ലെങ്കിൽ ചിട്ടയായ ക്രമങ്ങളുടെ അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ട നിയമങ്ങളുടെ, നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു ടോപ്പിക് നമ്മൾ പറയുകയാണെങ്കിൽ വാട്ട് ആർ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഓർഗനൈസേഷൻ.
ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഉദ്ദേശമുണ്ടായിരിക്കും. അഥവാ ഒരു നിശ്ചിതമായിട്ടുള്ള ഓർഗനൈസേഷൻ രൂപീകരിക്കുമ്പോൾ അതിന് ഒരു നിശ്ചിത ഉദ്ദേശം ഉണ്ടായിരിക്കും. നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നത് പോലെ യുഎൻഒ നിർമ്മിക്കാനുള്ള കാരണം അത് എന്താണ്? അത് ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടായിട്ടുള്ള നഷ്ടകഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിൽ അതിൽ ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിച്ചു. പിന്നീട് യുഎൻഒ എന്ന പേരിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവഹാനിക്ക് വേണ്ടിയിട്ടാണ് യുഎൻഒ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെന്തായിരിക്കും? അതിനൊരു ഉദ്ദേശ ലക്ഷ്യമുള്ളത് എന്ന് പറയുന്നത് പീസ് ഓഫ് ദി വേൾഡ് എന്നതാണ്. ലോകത്തുള്ള സമാധാനം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിശ്ചിത ഉദ്ദേശം എന്തിനുണ്ട്? ഇതിനുണ്ടായിരിക്കും. അതുപോലെ തന്നെ സമവായം ഉണ്ടായിരിക്കും. അംഗങ്ങൾ തമ്മിൽ ഒരു സമവായം അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തായിരിക്കും? അവർക്കിടയിൽ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ഒരു സമവായത്തിൽ ഉള്ളതായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. 3, പദവികളും പങ്കുകളും തമ്മിലുള്ള ഐക്യമുണ്ടായിരിക്കും. ഓരോ വ്യക്തിക്കും ഓരോ പദവികളായിരിക്കും ഉണ്ടായിരിക്കുക. ആ പദവിക്കും പങ്കിനും അനുസരിച്ചുള്ള ഐക്യം എന്ത് ചെയ്യും? ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ ഓരോ വ്യക്തികൾക്ക് നിർണയിക്കപ്പെട്ട പദവികളുണ്ട്. ആ പദവികളും അതുപോലെ തന്നെ അവർ ആ പദവി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെയാണ് പങ്ക് എന്ന് പറയുന്നത്. ആ പങ്കിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേകമായിട്ടുള്ള ഐക്യം നിലനിൽക്കുന്നു എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. പിന്നെ മറ്റൊന്ന് സംഘടനാ നിയന്ത്രണം. അഥവാ ഒരു സംഘടനയ്ക്ക് അതിൻ്റേതായ വ്യക്തികളുടെ മേലിലുണ്ടാവുന്ന നിയന്ത്രണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഓർഗനൈസേഷനിലെ മറ്റൊരു ഭാഗമാണ് എന്ത്? സംഘടനാ നിയന്ത്രണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തികളുടെ പെരുമാറ്റത്തെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. ഓരോ വ്യക്തികളും ഒരു സംഘടനയിൽ അംഗമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാകുമ്പോൾ അവർക്ക് വ്യക്തികളുടെ മേൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇത്രയും വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിഫറൻസസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് ഓർത്തു വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന ഭാഗം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ സ്റ്റുഡൻസ്.